ചേച്ചി വിളിക്കുമ്പോൾ എൻ്റെ മോള് വേഗം റെസ്പോണ്ട്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളത്തെ കൊടും ചൂടിന് ശേഷം ഇതാ നല്ല മഴ തുടങ്ങിയിരിക്കുകയാണ്. കാലവർഷം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ രാവിലെ തന്നെ പുറത്ത് പോയിട്ട് ആവശ്യമുണ്ടായിന്. പുറത്തുതന്നെ പോയിട്ട് വരികയാണ്. നല്ല മഴയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ അച്ഛൻ വരുന്നതും. എന്താണെന്നറിയില്ല, പക്ഷെ നല്ല സുഖമുണ്ട് കേട്ടോ. പുറത്ത് പോവാതെ വീട്ടിലിരിക്കാൻ നല്ല സുഖമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. പുട്ടും ചെറുപയറുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നെച്ചൂട്ടിയാണെങ്കിൽ എനിക്ക് പുട്ടും പഴവും വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വാശിയിലാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ കാര്യങ്ങളിലേക്കെല്ലാം കിടക്കണം. നമ്മൾ ഇത്ര നേരം കരയും കളിക്കുകയും എല്ലാം ചെയ്തേ. എന്നിട്ട് ഇപ്പൊ കുളിക്കാൻ പോകുമ്പോ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ചേച്ചി വിളിച്ചു നോക്കി. ചേച്ചി വിളിക്കുമ്പോ എൻ്റെ മോള് വേഗം റെസ്പോണ്ട്. ഒരാള് യാമിക്കുട്ടീനെ കരയിക്കാൻ അവിടെ എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. ബെഡെല്ലാം ഇതാ എൻ്റെ മോളെ കരയിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ആക്കുന്നുണ്ട് അവിടെ ഒരാള്. കുഞ്ഞാപ്പൂനെ കരയിക്കാൻ നല്ല മഴയാണ്. എൻ്റെ പൊന്നിന് തണുക്കുമെന്തോ, കുഞ്ഞാമ്മിക്ക് തണുക്കുമെന്തോ. കുഞ്ഞാമ്മിക്ക് ചേച്ചിക്ക് വെറ്റിപ്പിക്കും കേട്ടാ. കുളിച്ച് കഴിഞ്ഞിട്ട് അല്ല ചേച്ചിക്ക് എറ്റിപ്പിക്കും അല്ലേ. കുഞ്ഞിന് ടമ്മി ടൈം, നിച്ചനും ടമ്മി ടൈമാ. രണ്ടാൾക്കും ഒരുപോലെ ടമ്മി ടൈമാ. ടമ്മി ടൈം കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണ തേക്കാലോ. വാ ഓലത്തുമ്പത്തിരുന്നു എലാടും ചെല്ലപ്പൈകിളി. എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടേടി. പാടിട്ടെങ്കിൽ ഇപ്പൊ അമ്മ പാടുമ്പേ പാടിക്കോ. കുഞ്ഞിളം ഭാവിയാ പാടിക്കൊടുക്കലല്ലേ. ചില സമയത്ത് എണ്ണ തേക്കുമ്പോൾ കുളിക്കുമ്പോൾ എല്ലാം ഭയങ്കര കരച്ചിലായിരിക്കുമേ. ചില സമയത്ത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇന്നെന്തോ കുറച്ച് റിലാക്സ്ഡ് ആണ്, വലിയ കരച്ചിലൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ എണ്ണ തേച്ച് കിടക്കാൻ തന്നെ സമയം ഉണ്ടാവില്ല. അപ്പോൾ തന്നെ എടുത്തിട്ട് കൊണ്ടുപോയി വരും ബാത്റൂമിലേക്ക്. എണ്ണതെല്ലാം തേച്ച് കുറച്ച് നേരം കിടന്ന് കളിച്ചാൽ നല്ലതല്ലേ, കുട്ടികൾക്ക് ഒരു ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണ്ടത്തെ ആൾക്കാരിൽ ഇങ്ങനെ എണ്ണ തേച്ച് കുറേ നേരം ഇങ്ങനെ കിടക്കുമല്ലോ പായയിൽ. അപ്പം അതുപോലെ കുറച്ച് നേരം കിടക്കുന്നുണ്ട്. ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വയറ് പിള്ളേർക്ക് ഗ്യാസൊക്കെ ഒന്ന് സുഖാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഡോക്ടേഴ്സ് കണ്ടിട്ട് ചെയ്യുന്നതാണ്. ഐ ലവ് യു മസാജ് എന്നാണ് ഇതിനെ പറയാം. ILU എന്നുള്ള ഷേപ്പിൽ വാവേൻ്റെ കുമ്പൊക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസൊക്കെ പോകുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എണ്ണ തേച്ചിട്ട് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചില്ലേ ടമ്മി ടൈം കൊടുക്കുന്നത്. ആ ടമ്മി ടൈം കൊടുത്താലും വാവേൻ്റെ ഗ്യാസെല്ലാം ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര മഴയാന്നേ. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. ഒറ്റൊരു ദിവസമേ പെയ്തിട്ട് അപ്പോഴേക്കും എല്ലാവരും അയ്യോ ഇതെന്തൊരു മഴയാന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വാവേനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. വാവ വരുമ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി എൻ്റെ ട്രീറ്റ്മെൻറ്റും കുളിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. മഴയായതുകൊണ്ട് നല്ല സുഖം ഉണ്ടാവും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. നിച്ചുട്ടി ഇന്ന് അങ്കവാടി പോയിട്ടില്ല. ഇപ്പോൾ കുറച്ച് മടിയാന്ന് കേട്ടോ പോവാൻ. പിന്നെ ഇനി എത്ര ദിവസമല്ലേ ഉള്ളൂ, സ്കൂളിൽ പോകാനായില്ലേ. അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമല്ലോ. ഇപ്പോൾ വാവേൻ്റെ കാര്യങ്ങളിൽ നോക്കി വാവേൻ്റെ ബാക്കിൽ തന്നെയാണ് ചേച്ചി. ഇതാ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് സുന്ദരി മണിയായിട്ട് വന്നേ. കുഞ്ഞോ, നമ്മൾ മഴയായതുകൊണ്ട് ഫുക്കുപ്പായാലും ഇട്ടിക്കണ്ടേ. ഇനി അമ്മ കുളിക്കട്ടെ. വാ പാപ്പ തരാം. എന്നിട്ട് അമ്മ കുളിച്ചോട്ടെ കേട്ടോ. പാപ്പ തന്നിട്ട് അമ്മ കുളിച്ചോട്ടെ. ഇന്ന് മഴയായതുകൊണ്ട് ചേച്ചിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. എത്ര മണിയാകുമ്പോഴാവും? ചോറുണ്ടാകുമ്പോഴാവുന്നു. ഇപ്പൊ 10-11 മണി. ഒരാൾ ചിക്കൻ കറി ആയതുകൊണ്ട് അടുക്കളയിൽ തന്നെ ഉണ്ട്. അടുക്കളയിൽ നിന്ന് മാറുന്നില്ല. അത് ചുറ്റിയാ ഞാൻ എടുക്കാൻ ചുറ്റുന്ന കാണിച്ചു കൊടുക്കാന്ന് വെച്ചാൽ വന്നേ. അപ്പൊ ചുറ്റിക്കഴിഞ്ഞു. നാളെ എടുക്കാം. ഈ വീട് നിറച്ച് നടന്നിട്ടാ ചുറ്റല്. മൊത്തം കെട്ടിയിട്ടാ ചുറ്റുവാ. 10 മീറ്ററുള്ള തുണിയാ വയറിന് കെട്ടി തരുക. പിന്നെ ഒന്ന് തിന്നാൻ വരെ വിടൂല. കെട്ടി പൂട്ടി വെക്കുവാടാ. സെറ്റാക്കി വെക്കും.
ഇനി കുളിക്കാം നമുക്ക്. കുളിച്ചിട്ട് വരാം. അല്ല, ഇതെല്ലാം ചെയ്തിട്ട് വരാം. അപ്പൊ ചിക്കൻ കറി റെഡിയാവും. ഇത് നോക്കിയിട്ട് ചേച്ചി അടിപൊളി ഉണ്ട് കൂട്ടിട്ട് പറയാം. അല്ല, എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം. അടുത്ത പ്രാവശ്യം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വാവേനെ കുളിപ്പിച്ച് പാലെല്ലാം കൊടുത്തിട്ട് ഇത് അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വരുന്നവരെ അമ്മയായിരിക്കും നോക്കുന്നുണ്ട്. അപ്പോൾ വാവേനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് കിടത്തിക്കോളും. അപ്പോൾ നമ്മളിതാ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫേസിൽ ഇട്ടിട്ടുണ്ട്. ഈ ചെന്നതിൻ്റെ പേര് നവര ഫേസ് പാക്കാണ്. നമ്മൾ ആദ്യമല്ലേ ഏലാതി ഫേസ് പാക്കാണ് ഇട്ടേ. ഇപ്പം ലാസ്റ്റ് 5 days മസാജ് ചെയ്ത ശേഷം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസ് പാക്ക്. ഇനി ഇപ്പം ലാസ്റ്റത്തെ 5 ദിവസത്തേതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓയിൽ മസാജും അതുപോലെ തന്നെ ഫുൾ ഒരു ബോഡി പാക്കും കൂടി ഇടും. അതായത് ലാസ്റ്റ് 5 ദിവസം ചെയ്യുന്ന കാര്യം. അപ്പോൾ മസാജ് ചെയ്തിട്ട് ബാക്കി പാക്ക് ഇടുന്നതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ആയുർവേദമാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉഷ ചേച്ചി ഇതാ ലാസ്റ്റ് 5 days ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 3 days, പിന്നെ 6 days, പിന്നെ ലാസ്റ്റ് 5 days. അങ്ങനെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് ആവശ്യമുള്ളത് എന്താണോ അങ്ങനെയാണ് ഡോക്ടർ ക്രമീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഓയിൽ മസാജാണ്. ലാസ്റ്റ് 5 days നല്ലോണം മസാജ് ചെയ്ത ശേഷം ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഒരു പാക്കും കൂടി ഇട്ട് തരും. അതാണ് ബോഡിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മുടെ ബോഡി നല്ലോണം ഒരു ഫ്രീ ആയ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഡെലിവറി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ. നമ്മളെ ബോഡി നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടൂല എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഫ്രീ ആവുന്നുണ്ട്. നമുക്ക് ഫ്രീ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുറച്ച് റെസ്റ്റും കൂടെ കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഈ ബോഡി പാക്ക് ഇട്ടിട്ട് നമ്മളൊരു 20 minutes വെയിറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ കുളിക്കുന്നത്. ആ ഒരു ചൂടുവെള്ളത്തിൽ കുളിയും കൂടെ കഴിയുമ്പോഴേക്ക് നമ്മൾ നല്ലോണം ഒരു സുഖമാവും. പിന്നെ ഈ പാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ലോണം പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ഡെലിവറിയോടനുബന്ധിച്ചിട്ട് നമുക്ക് കുറേ പ്രഗ്നൻസി സമയത്ത് കഴുത്തിലും അതുപോലെ എല്ലായിടത്തും പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുമല്ലോ. അതൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നു. ഇനി കുളി കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകളാണ് കേട്ടോ ഇതെല്ലാം. ആസ്നാദി ഇടല്, മൂക്കിൽ ഇത് കിളിപോയ അവസ്ഥയാണ്. തലക്കറിയും കേട്ടോ. നമുക്കിത് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് പണ്ടെല്ലാം വീഡിയോസിലെല്ലാം ഞാൻ ഈ സാധനം കാണലുണ്ടേ. അപ്പോൾ എനിക്ക് കാണുമ്പോൾ പേടിയാവും. ഇത് ഇങ്ങനെ വലിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുമോ, ചൂടെടുക്കുമോ, നമുക്ക് പുകയുണ്ടാവും എന്നല്ല ടെൻഷൻ ഉണ്ടാവും. ഇങ്ങനെ കുറേ വീഡിയോസിലെല്ലാം കാണാം. ഇല്ലില്ല, നമുക്ക് കഫക്കെട്ടും കാര്യങ്ങളെല്ലാം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് ഇടുന്നതുകൊണ്ട് കുറച്ചൊരു ആശ്വാസമാണ് ചേച്ചി. ഇനി ഇത് ചൂട് പിടിക്കല്. ഇതും പണ്ടത്തെ സിനിമയിലെല്ലാം നമ്മളിങ്ങനെ കാണില്ലേ, പണ്ട് തറവാട്ടിലെല്ലാം ഇങ്ങനെ ചേച്ചി ഇപ്പൊ പറയുന്നു ഒരു 3 ദിവസം കൂടി ഉണ്ടാവും കുളിപ്പിക്കാനാള്, ചൂട് പിടിക്കാനാള്. പിന്നെ പണ്ടത്തെ പോലെ പോയിക്കോ വേണമെങ്കിൽ കുളിച്ചോ. 3 ദിവസം കൂടി ഇട്ടാൽ 3 ദിവസം കൂടി ആയാലും നമ്മളെ പരിപാടി തീർന്ന് 14 ദിവസം കംപ്ലീറ്റ് ആയി. ശരിക്കും ഇവിടെ അമ്മയും ചേച്ചിയെല്ലാം പറയും ഈ സമയത്ത് കിട്ടുന്ന കെയറും ഒരു പരിഗണനയല്ല ഈ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. പ്രഗ്നൻസി സമയത്ത് തന്നെ ഫസ്റ്റ് മന്ത് മുതലേ അമ്മ പറയുന്ന കാര്യമാണ്. ഈ സമയത്ത് നമ്മളെല്ലാവരും കെയറും കിട്ടുന്ന പോലെ പിന്നെ കിട്ടില്ല. അതുകൊണ്ട് അത് മാക്സിമം എൻജോയ് ചെയ്തോ പറയും. സത്യമാണ്, നമ്മളത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയം നമുക്കിനി ലൈഫിൽ തിരിച്ച് കിട്ടൂലല്ലോ. ഇത്രയും റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമെല്ലാം. അതുകൊണ്ട് പ്രഗ്നൻസി ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ എല്ലാവരും നല്ലോണം മാക്സിമം റെസ്റ്റ് എടുത്തോളുക. നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണിത്. പണ്ടുള്ള കാലത്ത് ബാക്കിയുള്ള സമയം റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ റെസ്റ്റും കാര്യങ്ങളൊക്കെ അന്നേരം പറയുന്നത് 3 മാസം 5 മാസം എന്നൊക്കെ. പക്ഷെ ഇപ്പം നമുക്ക് അത്രയൊന്നും ബുദ്ധിമുട്ടുകളില്ലെങ്കിലും എന്നാലും റെസ്റ്റ് എടുക്കാൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേച്ചി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുക. സാധാരണ ഉലുവക്കഞ്ഞി ഉണ്ടാക്കലുണ്ട്, അല്ലെങ്കിൽ ഒരു സ്മൂത്തി ഉണ്ടാക്കും. ഇന്ന് നമ്മൾ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. അതും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. ഇന്ന് ക്യാരറ്റ് സ്മൂത്തിയാണ്. ക്യാരറ്റും നട്ട്സും എല്ലാ നട്ട്സും നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എല്ലാം ഇടാം. പിന്നെ പാല്, ഈത്തപ്പഴം, ഇത്രയും സാധനം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചോളൂ അല്ലേ. ഇത്ര സാധനം എടുക്കാം. ക്യാരറ്റിന് പകരം വേണമെങ്കിൽ ബീറ്റ്റൂട്ടും എടുക്കാം. ഇതാണ് നമ്മളെ കയ്യിൽ എന്താ പച്ചക്കറി ഉള്ളത്. മറ്റേ ഉരുളക്കിഴങ്ങ് ഒഴിവാക്കിയിട്ട് എന്ത് ഇതുണ്ടെങ്കിൽ നമ്മൾ പച്ച തിന്നുന്ന സാധനം ഉണ്ടെങ്കിൽ ഇട്ടിട്ടടിക്കാം. പച്ചവട തന്നെ അടിക്കണം. ഇത് വേവിക്കാണ്ട് പച്ചവട അടിച്ചിട്ട് കുടിക്കാം.
അതാണ് ഇന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉലുവക്കഞ്ഞി നമ്മൾ കുറച്ച് ലേറ്റ് ആകുമ്പോൾ ചോറിനോട് അടുപ്പിച്ചിട്ടാകുമ്പോൾ വേഗം സ്മൂത്തി കുടിക്കും. അല്ലെങ്കിൽ രാവിലെ തന്നെ ചേച്ചി ചെറുപയർ 2 ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത്ര എടുത്താൽ മതി. അത്ര കുറച്ച് എടുത്താൽ മതി അല്ലേ? അത്ര എടുത്താൽ മതി. ഉലുവക്കഞ്ഞി ഞാൻ വേറെ ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് ചേച്ചി ഇതാണ് ചേച്ചിയുടെ സൗകര്യത്തിൻ്റെ രഹസ്യം അല്ലേ? ഞാനിതൊന്നും കുടിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ധൈര്യത്തിൽ പറഞ്ഞു. പഞ്ചസാര ഇടണ്ട കേട്ടോ, അതിന് പകരം ഈത്തപ്പഴം. അപ്പോഴത്തേക്ക് നമ്മുടെ ഷീജേച്ചിൻ്റെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കട്ടെ. വാവ നല്ല ഉറക്കമാണ്. ഇപ്പോൾ പാൽ കൊടുത്തിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. ഷീജേച്ചി ചിക്കൻ കറി സൂപ്പർ ഉണ്ടേ. ഞാൻ തിന്നു, അതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. ആ തിന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. നല്ലുണ്ട്. നെയ്ച്ചോറിനെല്ലാം നമ്മൾ കല്യാണ വീട്ടിലെല്ലാം ഉണ്ടാവില്ലേ നെയ്ച്ചോറിന് ചിക്കൻ കറി, അതുപോലെ ഉണ്ട്. നിങ്ങളെ നാട്ടിൽ ചിലപ്പോൾ വേറെ ടൈപ്പ് ആയിരിക്കും. അതെയാ, ഇത് നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. എരിവ് കുറച്ച് എരിവുണ്ട്. ഇത് എരിവുണ്ട് കുറച്ച്, കുറച്ച് എരിവുണ്ട്. ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറ കേട്ടോ. ഒരാളച്ഛൻ്റെ കയ്യിൽ പറക്കുന്ന ഇങ്ങനെ എടുക്കുന്നത് സേഫാണ് കേട്ടോ, ഡോക്ടർമാർ പറയുന്നതാണ്. അതിന് അത് കാണുമ്പോൾ പേടിയാവുന്നുണ്ടാവും. അയ്യോ ഇതെന്നാ ഇത്ര ചെറിയ കുട്ടീനെ ഇങ്ങനെയൊക്കെ എടുക്കാൻ പാടുണ്ടോ? ഇങ്ങനെ എടുക്കുന്നത് സേഫാണ് കേട്ടോ. അവർ കയ്യിൽ എടുക്കുന്നത് അവർക്ക് വയറിനെല്ലാം നല്ല റിലാക്സേഷനും കിട്ടും. ഓ ഓ ഓ ഒരാള് നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് എണീച്ചാന്നേ യാമി. കുറേ നേരം ഇത് നല്ല മഴയായതുകൊണ്ട് നല്ല ഉറക്കം കിട്ടി. കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ. കുഞ്ഞു മീനുകളൊന്നും കാണുന്നില്ല കേട്ടാ. ഒരു ദിവസം പാമ്പ് കയറി മീനകത്ത്. കുഞ്ഞു മീനുകളെല്ലാം ഇത് വലുതേ കാണുന്നുള്ളൂ. മീൻ അച്ഛൻ്റെ കൈ കടിച്ച് വെച്ചിട്ട് കൈയിടയില്. ആ കൈയിട് നോക്ക്. ഇല്ല, അച്ഛൻ കൈ വെച്ചാടെ ഒരു വിരലിട്. നല്ല വെള്ളം ഇന്ന് മഴയത്ത് നിറഞ്ഞ വെള്ളം. ഇല്ല അമ്മേനെ കണ്ടോ പുറത്തുള്ള ചെടീന്റെ ഇടയ്ക്കുള്ള കൊതുവിനെല്ലാം അമ്മ ബാറ്റോണ്ട് പൊട്ടിക്കുക. ആ ഇത്ര പാടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അമ്മ വരുമ്പോ കൊന്നൂല്ലേ? ഇത് ഇപ്പത്തെ പറഞ്ഞ ഇതിനകത്ത് അടിയിലുള്ള പായല് മാത്രം ഇതിനെ കൊണ്ട് കളയാൻ പറ്റുന്നുണ്ട് കേട്ടാ. ആർക്കെങ്കിലും ഇങ്ങനെ കളയണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.